പൊന്നാനിയിൽ പോയപ്പോൾ ഒരു ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി വിളിച്ചിട്ട് തൂക്കുപാലം കാണാൻ പൊക്കോളേന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തൂക്കുപാലം കാണാൻ പോവാൻ വിചാരിച്ചിട്ടോ. പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. പോകുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, വൈകുന്നേരം ആയില്ലേ എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ വരുന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ലൈറ്റും ഇതൊക്കെ കാണാനും തൂക്കുപാലം കാണാനൊക്കെ. അതിന് ഞങ്ങൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആദ്യം മക്കൾക്ക് കയറുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ ആടുമ്പോൾ, പിന്നെ ശരിയായിട്ടാ. പിന്നെ ഒറ്റയ്ക്ക് അവർ നടക്കാൻ തുടങ്ങിയിട്ടാ. നല്ല രസമുണ്ടായിരുന്നു മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള ലൈറ്റുകളും കടകളിലെ ലൈറ്റുകളൊക്കെ കാണാനിട്ടാ. ആ നേരത്തായാലും വേണ്ട ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം കടക്കാരായിട്ടും കച്ചവടക്കാരായിട്ടും ജനങ്ങളായിട്ടും വേണ്ട ആൾക്കാർ ആ നേരത്തുണ്ട്. പിന്നെ പെരുന്നാളും കൂടി അല്ലായിരുന്നു. ഞങ്ങളവിടെ പോയിട്ട് അടിയിൽ ഇറങ്ങിയിരിക്കുമ്പോൾ ഒരു എലീനെ കണ്ടു കേട്ടോ. അത് ഈ പുഴയ്ക്കിടുന്ന സാധനങ്ങളൊക്കെ മൊത്തം പറക്കി തിന്നാൻ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ പറക്കി തിന്നു. വെള്ളം കാണുമ്പോൾ പേടിയുണ്ട്, പെട്ടെന്ന് കയറും, എന്നാലും അതൊക്കെ പറക്കി തിന്നു കേട്ടോ. പൊന്നാനിക്ക് ചെന്ന അന്ന് മുതലേ ഡെയിലി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. 2 ഇതൊക്കെ കഴിക്കുക. അപ്പോൾ വിചാരിച്ചു അങ്ങോട്ട് പോയപ്പോൾ വൈകുന്നേരം ഐസ്ക്രീം മേടിക്കേണ്ട, വേറെ എന്തെങ്കിലും വാങ്ങിക്കാന്ന് കേട്ടോ. ആദ്യം പോയിട്ട് ഉപ്പിലിട്ട പൈനാപ്പിൾ ഒരു ട്രിപ്പ് പോയി മേടിച്ചു കൊടുന്നു കേട്ടോ. എന്നിട്ട് രണ്ടാമത് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കടയിൽ പൊന്നാനിത്തെ പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പേരൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് തുർക്കിപ്പത്തൽ അങ്ങനത്തെ ഓരോ പേരുകളൊക്കെ പറഞ്ഞു കേട്ടോ. റോൾ ഉണ്ടായിരുന്നു, പിന്നെ കായ്പോള ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് കുറേ വെറൈറ്റി കണ്ടപ്പോൾ വിചാരിച്ച് നല്ല ടേസ്റ്റാവും വെച്ചിട്ട് അതൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ മുട്ട സുർക്കി മുട്ടമാല ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടമാലയ്ക്ക് ഇത്തിരി മുട്ടയുടെ ഒരു ടേസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട. എന്നിട്ട് മുട്ട സുർക്ക വാങ്ങിയിട്ടാ. എന്നിട്ട് ബാക്കിയുള്ള പലഹാരങ്ങളിൽ നിന്നൊക്കെ ഓരോന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് വാങ്ങിയിട്ടാ. പക്ഷെ അവർ നമ്മളെ പറ്റിച്ചു. എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഒരേ ഫില്ലിങ് തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാത്തിനും ഒരേ ടേസ്റ്റ് തന്നെ ആയിരുന്നു. മുട്ട പപ്സിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാറ്റിനും ഉണ്ടായിരുന്നത്. അത് കാരണം വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആദ്യ പ്രാവശ്യം പൈനാപ്പിൾ മേടിച്ചപ്പോൾ തരുന്നില്ല കേട്ടോ. രണ്ടാമതും പിന്നെയും പോയിട്ട് പൈനാപ്പിൾ വാങ്ങിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചിട്ട് ബബിൾസ് ഉണ്ടാക്കണ ആ കുപ്പി 4 ആൾക്കും വാങ്ങി. പിന്നെ 2 കുഞ്ഞി കാറുകളും വാങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരുന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങളങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകുന്നു കേട്ടോ.